ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ 2.5 കിലോ ബീഫ് വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കുറേ റിവ്യൂ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളിന്ന് 2.5 കിലോ ബീഫ് വെച്ചിട്ടുള്ള ഒരു നല്ല വെറൈറ്റി ആയിട്ടുള്ള ബീഫ് വരട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ഗൾഫിലൊക്കെ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഹസ് പോകുന്ന ടൈമിൽ അപ്പോൾ തിന്നിട്ട് പല ആൾക്കാരും നല്ല നല്ല അഭിപ്രായം പറഞ്ഞ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ 2.5 കിലോ ബീഫ് ഇതുപോലെ കുറച്ച് വലിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ വേവിക്കാനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് 1 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് 1 ടീസ്പൂണ്, പിന്നെ കുരുമുളക് പൊടി എരിവിന് ആവശ്യമായിട്ട് ഇട്ട് കൊടുക്കാം, പിന്നെ കറിവേപ്പിലയും, പിന്നെ കുറച്ച് വെളുത്തുള്ളി 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമ്മുടെ ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. നല്ല രീതിയിലൊന്ന് അടച്ചു വെച്ചിട്ട് ബീഫ് എത്രത്തോളം നമ്മൾ കുക്കറിൽ ഏത് കുക്കറിലാണ് നിങ്ങൾക്ക് വേവിച്ചെടുക്കുന്നത് വെച്ചാൽ ആ ഒരു ഇതുപോലെ കേട്ടോ, നമ്മളെ ബീഫിൻ്റെ വേവ് പോലെ ആയിരിക്കും. അപ്പോൾ ഇതാ വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി ഒരു വലിയൊരു കുടം വെളുത്തുള്ളി ഇതുപോലെ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10-15 പച്ചമുളക്, നല്ല രീതിയിൽ എരിവും ആ ഒരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ബീഫ് നല്ല എരിവാണ് കേട്ടോ, എന്നാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം പച്ചമുളക് ഞാനിതുപോലെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കാണാം. അതുമാത്രമല്ല, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ബീഫ് വേകുന്ന ഒരു ടൈമിലേക്ക് ഞാൻ ഇപ്പുറത്തെ പാനിൽ കുറച്ചധികം വെളിച്ചെണ്ണയാണ് കേട്ടോ, കോക്കനട്ട് ഓയിൽ കുറച്ചധികം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സവാള നല്ല രീതിയിൽ വയന്ന് വരണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ കുറച്ചധികം തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ടീസ്പൂണാണ് കേട്ടോ പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ച് എടുത്തതിന് ശേഷം അതിലേക്ക് ഗ്രാമ്പു ഒരു 3-5 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 5 വലിയ സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല നൈസായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ നല്ലോണം ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി, ആ സവാളയിലുള്ള വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിൽ ഒന്ന് നല്ല സോഫ്റ്റായിട്ട് നമ്മൾ സവാള നല്ല രീതിയിലൊന്ന് വയന്നിട്ടാണ് കേട്ടോ. അതുവരെ നമുക്കിതുപോലെ ഒന്ന് ആ ഒരു വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കാൻ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കൊടുക്കട്ടെ. അപ്പോൾ നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇത് ഒരു പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഇനി കുറച്ചുകൂടി അടച്ചു കൊടുത്ത് അപ്പോൾ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഇതുപോലെ എടുത്തിട്ട് വേണ്ട നമ്മൾ 5 സവാള ഇട്ട് കൊടുത്തിട്ട് ഇപ്പം നോക്കിയാട്ടെ വയന്നതിന് ശേഷം അതിലേക്ക് നല്ല ഇപ്പം ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് 4 വലിയ തക്കാളി ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ വേഗം തന്നെ ഉടനെ ഇട്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ സവാള ആയതിനു ശേഷം വേണം കേട്ടോ, വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല ആ ഒരു ഗോൾഡൻ ഷേപ്പിലായിട്ടാകുമ്പോൾ വേണം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാനും. ഇനി അത് കുറച്ചൊന്ന് വേവ് ആകുന്ന ടൈമിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് കൊടുക്കട്ടെ, പച്ചമുളക് ആ ഒരു പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ എന്ന് വെച്ചാൽ കൈ തൊടാതെ ഉണ്ടാക്കണം കേട്ടോ. നമ്മൾ ഗൾഫിലേക്കെല്ലാം കൊടുത്തേക്കുന്ന ആ ടൈമിൽ നമ്മൾ കൈ തൊട്ടിട്ട് ഉണ്ടാകുമ്പോൾ വേഗം തന്നെ പുളിച്ചു പോകും കേട്ടോ. അപ്പോൾ കൈ തൊടാതെ എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടോ. അപ്പോൾ സവാള ഇതുപോലെ നല്ല രീതിയിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു പുളിപ്പ് വേഗം ഒന്നും പുളിച്ച് കിട്ടൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് സവാള നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ തക്കാളി നല്ല രീതിയിലൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. അടച്ച് വെച്ചതിന് ശേഷം എടുത്താൽ ഇനി വീണ്ടും ഒന്ന് അടച്ചു കൊടുക്കുക. നല്ല രീതിയിലൊന്ന് കുക്കായിട്ട് വരണം കേട്ടോ. അപ്പോൾ നല്ല രീതിയിലൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്, ഉടഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സവാളയും ഇതൊക്കെ നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ബീഫ് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ ചെറിയ സ്പൂണാണ് എടുത്തിട്ടുള്ളത്, ഒരു 4 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ 2.5 കിലോ ബീഫാണല്ലോ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും നമ്മുടെ ആ ബീഫിനനുസരിച്ചിട്ട് ഞാനിവിടെ 3-3.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് നമ്മൾ എരിവിന് ആവശ്യമായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഗരം മസാല 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബീഫ് മസാല ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ.
നല്ല രീതിയിലൊന്ന് മിക്സാക്കി പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഈ ഒരു ടൈമിലെല്ലാം ഇതുപോലെ അടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കരിഞ്ഞു പോയിട്ട് കരിഞ്ഞ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കരിഞ്ഞു പോവാതെ നോക്കണം. ഈ ഒരു ബീഫ് ഉണ്ടാക്കുന്ന ടൈമിൽ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. നമ്മൾ ബീഫ് ഉണ്ടാക്കുമ്പോൾ ആ ടേസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ബീഫ് ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ആ ഒരു ടൈമിൽ ഇതാ മസാല പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം നമ്മുടെ ബീഫിലേക്കുള്ള ആ ഒരു ബീഫ് ഇതാ ഇതുപോലെ അതിലേക്ക് വേവിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. സൂപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ബീഫ് മാത്രം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ കൈതൊടാതെ വേണം കേട്ടോ ഇതൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് കൂടി ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല നല്ല വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ചു കൊടുക്കാം ഇനി ഒരു 5 മിനിറ്റ് ഇതൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ല സെറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ഒരു മസാലയും എല്ലാം കൂടിയിട്ടൊന്ന് നല്ല രീതിയിൽ തന്നെ നല്ല കോട്ടായി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ ഒരു 3/4 വേവ് വേവിച്ചെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ഉടഞ്ഞു പോവും. നല്ലോണം വേവിച്ചെടുക്കാൻ വേണ്ടി പാടില്ല. എന്ന് പറഞ്ഞാൽ ഒരു വിസിൽ കുറച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടി. ഇതിൽ കുറച്ച് കസൂരി മേത്തിയും പിന്നെ ഒരു കൈപ്പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നല്ല രീതിയിൽ തന്നെ ആ ഒരു വെള്ളത്തിൻ്റെ മയമൊക്കെ മാറുന്നവർ ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെയെന്ന് വെച്ചാൽ പിന്നത്തെ പണിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ബീഫ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീഫ് വരട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇനി ഒന്ന് അടച്ചു കൊടുത്തിട്ട് ഒരു പച്ചമുളക് മാറി നമ്മൾ ബീഫ് റെഡിയായി. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കും കമൻറ്റും ഒക്കെ അറിയിക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പല ആൾക്കാരും ഇത് കഴിച്ചിട്ട് നല്ല നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു ബീഫാണ് കേട്ടോ ഇത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. പിന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.